ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ടാക്കണം, പിന്നെ നാരങ്ങ പുഴുങ്ങി വെച്ചേക്കും അച്ചാറിടാൻ, വെളുത്തുള്ളി പൊളിച്ച് വെച്ചു. ഇനി നമുക്ക് ഇഞ്ചി കട്ട് ചെയ്യണം. ബീഫ് ഞാൻ കുക്കറിനകത്ത് വേവിക്കാനിട്ടിരുന്നത്, അത് ഓഫ് ചെയ്തു. ബീഫിന് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ഇഞ്ചി ചേർന്ന് നമുക്കപ്പോൾ ബീഫിന് ഉള്ളിയൊക്കെ വഴണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ ഞാൻ ബീഫ് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. എന്നാലും ഇച്ചിരി നമുക്ക് ഇടാം. കുരുമുളക് പൊടി ഇട്ടു. ഇതെല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നാലും നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനൊക്കെ ഉണ്ടല്ലോ, ഇടണമല്ലോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് ഞാൻ പൊടിച്ച് വെച്ചതാട്ടോ. പൊടികളൊന്നും എടുത്തിപ്പം വെക്കണം. കാര്യം ചിക്കൻ കറി വെക്കാൻ എടുക്കണം. അന്നേരം പിന്നെയും കബോർഡിനകത്തൊന്നും എടുക്കണ്ടേ. അതുകൊണ്ട് എല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇതെല്ലാ ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട്. ഉണ്ണിയപ്പത്തിന് വേണ്ട ഞാൻ മാവ് രാവിലെ അരച്ച് റെഡിയാക്കി വെച്ചതാണ്. അതപ്പോൾ റെഡിയായി ഇരിക്കുക. ഇനി നമുക്ക് അതിനുള്ള എന്താ പറയുക, തേങ്ങ വറക്കണം. ഞാനിപ്പോൾ കപ്പലണ്ടി ഇടും ഉണ്ണിയപ്പത്തിനകത്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പലണ്ടി ഇട്ടാൽ. തേങ്ങയുടെ കൂടെ ഇടയ്ക്ക് കപ്പലണ്ടിയും കൂടെ കടിക്കാം. മുളക് പൊടി, ഒത്തിരി ലേറ്റായി കൂട്ടുകാരെ. എനിക്ക് നല്ല ജോലിയായിരുന്നു കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഇനി നല്ല പണിയായിരുന്നു. മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി. നാളെ വെള്ളിയാഴ്ചയല്ലേ, അപ്പം നാളെ ഞാൻ പോകത്തില്ല. അപ്പം അതുകൊണ്ട് അവിടെ നല്ല പണിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നിപ്പോൾ ഇവിടെ ബീഫ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ ഐസെല്ലാം പോയി അത് കട്ട് ചെയ്ത് അടുപ്പിലാക്കി വേവിച്ചു. ഇതെല്ലാം അരിഞ്ഞ് പിന്നെ നാരങ്ങയ്ക്കുള്ളതെല്ലാം റെഡിയാക്കി, നാരങ്ങ കഴുകി അടപ്പിൽ വെച്ച് പുഴുങ്ങി. ജോലിയാ ഗൈസ്. ജോലി. അപ്പം നമുക്ക് ബീഫ് കൊടുക്കും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിച്ചിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇങ്ങേ അടപ്പിലോട്ട് മാറ്റി. ഈ അടപ്പിൽ എനിക്ക് പിന്നെ അച്ചാറിടണം. അത് കഴിഞ്ഞ് ചിക്കൻ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നാരങ്ങയ്ക്ക് കടു വറക്കാം കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഇടാനൊക്കെ ശർക്കരയില്ല. ഞാൻ ശർക്കര മൊത്തം എടുത്ത് ഉണ്ണിയപ്പത്തിന് കലക്കി. ഇത് നമ്മുടെ അച്ചാർ വെച്ചേക്കാനല്ല കേട്ടോ, നമ്മുടെ ഡെയിലി യൂസാണ്. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയ്ക്കകത്തോ വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ല ഇടുന്നത്, സൺഫ്ലവർ ഓയിലിനകത്ത് തന്നെ ഇടുന്നത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ടേനും, പക്ഷേ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണയുണ്ട്. ഡെയിലി ഉണ്ണിയപ്പത്തിന് ഇതേലെ ഓരോ ടിന്ന് ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് കാര്യം ഇത് പെട്ടെന്ന് തീരും. ഡെയിലി നമ്മൾ ഫുഡിന് വെച്ച് കൊടുക്കുന്നതാണ്. അതുകൊണ്ട്
ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് മഞ്ഞപ്പൊടി ഇതിനകത്ത് നാരങ്ങയല്ല ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അതേ കണ്ടോ, മഞ്ഞപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം, നാരങ്ങയ്ക്കകത്ത്. ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശകലം പഞ്ചസാര ഇതിനകത്ത് ഇടും കേട്ടോ. പുളിയും കയ്പും ഒക്കെ ഒന്ന് നേരെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് ശർക്കര മൊത്തം ഞാൻ എടുത്ത് ഉണ്ണിയപ്പത്തിന് കേട്ടോ. ഇപ്പം നമ്മുടെ കടു പൊട്ടി കഴിഞ്ഞു. വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളി അല്ലല്ലോ ഇത്. വെളുത്തുള്ളിക്ക് നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. നിന്ന് കാല് വേദന എടുക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ നൃത്തം ചവിട്ടിയാണ് വെക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, കാലിന് താങ്ങാനുള്ള ശക്തിയില്ല. അപ്പോൾ ഉറക്കം ശരിയാവത്തില്ല. കറിവേപ്പില, ഇഞ്ചി, നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം. കായം, ഒരു തുള്ളി മഞ്ഞപ്പൊടി നമ്മൾ അതിലിട്ടിട്ടുണ്ട്. എന്നാലും ഈ വെളുത്തുള്ളിക്കൊക്കെ ശകലം മഞ്ഞപ്പൊടി ഇടാറുണ്ട്. മുളക് പൊടി ഇടാം. നമുക്ക് എരിവ് അനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് ഒരടപ്പ്
വിനാഗിരി ഒഴിച്ചു കൊടുക്കും. നമ്മളെപ്പോഴും സ്പൂണിട്ട് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് ചീത്തയാവരുതല്ലോ. ഇനി നമുക്കിതിനകത്ത് ഇച്ചിരി പഞ്ചാര ആഡ് ചെയ്യണം. ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് കൂട്ടുകാരെ ഞാനിപ്പോൾ പഞ്ചസാര ഇട്ടത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. 12 നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയ നാരങ്ങയല്ലേ. വെള്ളം ചേർത്തിട്ടേ ഇല്ല, നാരങ്ങയ്ക്കകത്ത് വെള്ളമായി കേട്ടോ. ഞാൻ അച്ചാറിടുന്ന മാങ്ങയാണേലും നാരങ്ങയാണേലും വെള്ളം ചേർക്കാതെ ഇടുന്നത്. നല്ല സൂപ്പറാ കൂട്ടുകാരെ കേട്ടോ. ഞാനേ അച്ചാർ തന്നെ കൂട്ടി, അച്ചാറും ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ എന്ത് സൂപ്പറാണെന്നറിയാം. മാങ്ങ അച്ചാറാണെങ്കിലും നാരങ്ങ അച്ചാറാണേലും. ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടതാണ് കേട്ടോ. എന്താ വെള്ളം ഞാൻ ചേർത്തതേ ഇല്ല, നിങ്ങൾ കണ്ടതല്ലേ, നാരങ്ങയ്ക്കകത്ത വെള്ളമാണ്. അടിപൊളി. കണ്ടിട്ട് കൊതിയാവുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ അച്ചാർ റെഡി. ഇനി ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് ബീഫ് പറ്റി. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ബീഫ് റെഡിയായി, അത് ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. അച്ചാർ റെഡി. ഇനി ചിക്കൻ്റെ പരിപാടി നോക്കട്ടെ, ചിക്കൻ കട്ട് ചെയ്യട്ടെ. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അച്ചാർ റൂമിലോട്ട് ഞാൻ കൊണ്ടുവയ്ക്കട്ടെ, ഇവിടെ സ്ഥലമില്ല കേട്ടോ എന്നിട്ട് ചിക്കൻ കറി വെക്കാൻ. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവച്ചിട്ട് വരട്ടെ. ചിക്കൻ കറിക്ക് പാൻ അടുപ്പേ വെച്ചു. വെള്ളം തിന്നുന്ന കൂട്ടുകാരെ, ഏലക്ക ഇട്ടു. പട്ടയും ഗ്രാമ്പൂ,
ഉണക്കരിയുന്നു, പെരുംജീരകം, ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണമയമാണ് പറയത്തില്ല. കറിവേപ്പില കണ്ട പ്രാന്ത കേൾക്കുന്നത്. പച്ചമുളക് ഇടാൻ മറന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഉണ്ണിയപ്പത്തിന് സ്റ്റാർട്ട് ചെയ്യുമോ? അത് ചപ്പാത്തി ഉണ്ടാക്കണം. പച്ചമുളകാണ്. ഉള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് ചിക്കനുള്ള പൊടികളൊക്കെ എടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഞാൻ പൊടിച്ച് വെച്ച മസാല കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി കുറച്ച് കഴിഞ്ഞ് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം തറയിൽ പോയേ കയ്യാൽ എണ്ണമയം ഉണ്ട് കേട്ടോ. ചിക്കൻ മസാല, ഇപ്പം നമ്മുടെ ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ.
നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ കുറേ വെള്ളം ഇറങ്ങുമല്ലോ, അടച്ച് വെക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ചിക്കന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഇങ്ങനെ ഒരുമാതിരി വെന്ത് ചിക്കൻ കിട്ടും. മതി വെള്ളം. അപ്പോൾ കുറച്ച് വെള്ളമേ ഞാൻ ഒഴിച്ചുള്ളൂ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പും ആവശ്യത്തിനൊക്കെ ഉള്ള എരിയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. പാതി വേവായതാ, കാര്യം ചിക്കൻ്റെ വെള്ളം ഇറങ്ങി. ഇനി ഞാൻ ചപ്പാത്തിക്ക് കുഴക്കട്ടെ കേട്ടോ. ഓൾറെഡി ചപ്പാത്തി കുറച്ച് ഞാൻ കുഴച്ചത് ഇന്നലെ എടുത്തതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തേക്കുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ ഉണ്ടാക്കിയില്ല. എന്തായാലും ഞാൻ ഇവിടെ മെനക്കെടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും കുറച്ച് പൊടിയും കൂടി എടുത്തിട്ട് കുഴക്കട്ട് ചപ്പാത്തി കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പം ചിക്കൻ കറി റെഡിയായി. ഇനി ഞാൻ ഫ്രൈഡ് റൈസിനുള്ള ഇതൊക്കെ തയ്യാറാക്കി. പിന്നെ ചപ്പാത്തിക്ക് കുഴച്ചതേ ഞാൻ ഉരുട്ടി വെച്ചു. ഇനി അതും ഉണ്ടാക്കണം. പിന്നെ ചോറിന് ഫ്രൈഡ് റൈസിനുള്ള വെള്ളം വെച്ചു. പിന്നെന്താ പറയുക, സലാഡ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇത്രേ വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി സലാഡും ഉണ്ടാക്കണം, ഫ്രൈഡ് റൈസും ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ അത്രയും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് ആരംഭിക്കണം. അപ്പോൾ ദേ നമ്മുടെ ബീഫ് കറി കണ്ടോ, ബീഫ് കറി, ചിക്കൻ കറി. അപ്പോൾ ഇത്രയും റെഡിയായി. ഇത്രയും ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരും വരേക്കും ബായ്.